ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെന്ന് വയ്ക്കുക. പക്ഷേ ആളുകൾക്കത് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നത്? നിങ്ങളുടെ യൂസേഴ്സ് വെറുതെ ഒന്ന് വന്ന് നോക്കി പോവുകയാണോ, അതോ അവർക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ദിവസവും ഉപയോഗിക്കാതെ പറ്റില്ല എന്ന അവസ്ഥയാണോ? ഇന്ന് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഇതൊരു പേടിപ്പെടുത്തുന്ന ചിന്തയാണ് അല്ലേ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു സാധനം ആരും ഉപയോഗിക്കാതെ വെറുതെ കിടക്കുക. ഒരുപാട് പേരുടെ ഒരു പേടി സ്വപ്നമാണത്. പക്ഷെ പേടിക്കേണ്ട, ഡാറ്റ ഉപയോഗിച്ച് ഈ പ്രേതനഗരത്തിന് നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റും. പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്, ഈ വാക്ക് കേൾക്കാത്തവരുണ്ടാവില്ല അല്ലേ? പക്ഷേ ഇത് വെറുമൊരു വാചകമല്ല, ഇതൊരു ഫീലിംഗ് ആണ്. നിങ്ങളുടെ യൂസേഴ്സ് തന്നെ നിങ്ങളെ മുന്നോട്ട് വലിച്ചുകൊണ്ടു പോകുന്ന ആ ഒരു മാന്ത്രിക നിമിഷമുണ്ടല്ലോ, അതുതന്നെ. അതാണ് ഏതൊരു ക്രിയേറ്ററുടെയും യഥാർത്ഥ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് ഒരു കാര്യം, പക്ഷേ അത് ശരിക്കും വിജയിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ലോഞ്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു നിശബ്ദതയുണ്ടല്ലോ, അത് ചിലപ്പോൾ നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തും. യൂസേഴ്സ് എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഇവിടെയാണ് അവരുടെ വാക്കുകൾക്ക് പകരം അവരുടെ പ്രവൃത്തികൾക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ടത്. അതിനൊരു സിസ്റ്റം വേണം. അതിനൊരു വഴിയുണ്ട്. ഈ നിശബ്ദതയെ ഭേദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂൾ കിറ്റുണ്ട്. യൂസേഴ്സിന്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു എൻഗേജ്മെന്റ് ട്രാക്കിംഗ് ഫ്രെയിംവർക്ക്. ഇത് കേട്ട് പേടിക്കണ്ട, അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല. അളന്നു തുടങ്ങാൻ ഈ 3 സ്റ്റെപ്പുകൾ മതി. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? ഡാറ്റയുടെ ഒരു വലിയ കടലിലേക്ക് എടുത്തു ചാടുന്നതിന് മുൻപ് നമ്മൾ എവിടെയാണ് നീന്താൻ പോകുന്നതെന്ന് കറക്റ്റായിട്ട് ഒരു ധാരണ വേണം. അതായത് എത്ര പേരെയാണ് നമ്മൾ നോക്കുന്നത്, ഏത് സമയത്തിനുള്ളിൽ, പുതിയ യൂസേഴ്സിനെയാണോ അതോ പ്രീമിയം യൂസേഴ്സിനെയാണോ? ഈ അതിരുകൾ ആദ്യം തന്നെ തീരുമാനിക്കുന്നത് വളരെ പ്രധാനമാണ്. ഒന്നാലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ യൂസേഴ്സ് എവിടെയൊക്കെയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്? വെബ്സൈറ്റിലാണോ, ആപ്പിലാണോ, സോഷ്യൽ മീഡിയയിലാണോ, അതോ വല്ല ഇവന്റിലുമാണോ? ഓരോ ചാനലും ഓരോ കഥയാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കണം. ഡാവോ മാവോ കേൾക്കുമ്പോൾ ഏതാണ്ടൊരുപോലെ തോന്നും അല്ലേ? പക്ഷെ രണ്ടും രണ്ട് കഥയാണ് പറയുന്നത്. ഡാവോ കാണിക്കുന്നത് എത്ര പേർക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു ഡെയിലി ഹാബിറ്റായി മാറിയെന്നാണ്. പക്ഷേ MAU കാണിക്കുന്നത് ഒരു മാസത്തിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് എത്രത്തോളം ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞുവെന്നാണ്. രണ്ടും പ്രധാനമാണ്, പക്ഷെ രണ്ടും പറയുന്നത് വ്യത്യസ്ത കാര്യങ്ങളാണ്. എൻഗേജ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയാണെന്ന് വിചാരിക്കുക. MAU എന്ന് പറയുന്നത് പാർട്ടിക്ക് ക്ഷണം കിട്ടിയ എല്ലാവരുമാണ്. പക്ഷേ എൻഗേജ്മെന്റ് റേറ്റ്, അത് പാർട്ടിക്കകത്ത് വന്ന് ശരിക്കും ഡാൻസ് ചെയ്യുന്നവരുടെ എണ്ണമാണ്. അതാണ് നമുക്കറിയേണ്ടത്. ആരാണ് ശരിക്കും ആക്റ്റീവായിട്ടുള്ളതെന്ന് ഇത് നമുക്ക് കൃത്യമായി കാണിച്ചു തരും. 4 മിനിറ്റ് 32 സെക്കൻഡ്. ഇതൊരു വെറും സംഖ്യയല്ല. ഓരോ തവണ ലോഗിൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ യൂസേഴ്സ് അവരുടെ വിലപ്പെട്ട എത്ര സമയം നിങ്ങളുടെ ലോകത്ത് ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന് ഈ സംഖ്യ പറയുന്നു. ഓർക്കുക, ഒരു യൂസറിന്റെ സമയം പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ യൂസേഴ്സ് എന്തൊക്കെ ചെയ്യുന്നോന്നാ നോക്കിയത്. ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകാം. അവരുടെ ഈ പ്രവൃത്തികൾക്ക് പിന്നിലെ എന്തുകൊണ്ട് എന്ന കഥ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഡേറ്റയിലെ ചില പാറ്റേണുകൾ ശ്രദ്ധിക്കണം. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താണ്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണ്, എവിടെ വെച്ചാണ് അവർക്ക് മടുപ്പ് തോന്നി അവർ പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലാണ് നമ്മുടെ വിജയത്തിന്റെ താക്കോലിരിക്കുന്നത്. കണ്ടോ, ഇതുപോലൊരു ചിത്രം കാണുമ്പോൾ കാര്യങ്ങൾ എത്ര ക്ലിയറാണെന്ന് നോക്കിക്കേ. 1000 വാക്കുകൾ പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. നിങ്ങളുടെ പവർ യൂസേഴ്സ് എന്തിനാണ് വീണ്ടും വീണ്ടും വരുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും. ഇത് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഹൃദയമിടിപ്പ് പോലെയാണ്. ഇത് ഒരു യൂസറിന്റെ യഥാർത്ഥ സംഭാഷണമാവണമെന്നില്ല, പക്ഷേ ഇത് ആയിരക്കണക്കിന് ആളുകളുടെ നിശബ്ദമായ പരാതിയാവാം. ഇതുപോലുള്ള ഡ്രോപ്പ് ഓഫ് പോയിന്റുകൾ, അതായത് ആളുകൾ ബുദ്ധിമുട്ടുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി സ്മാർട്ട് ആവേണ്ടത്. എല്ലാ യൂസേഴ്സിനെയും ഒരേപോലെ കാണരുത്. കാരണം പുതിയ ഒരാളും സ്ഥിരമായി വരുന്ന ഒരാളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടാകും. പുതിയവർ ഫീച്ചറുകൾ പരീക്ഷിച്ച് നടക്കുമ്പോൾ പഴയ യൂസേഴ്സ് അവർക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വരുന്നു. ഇവരെ വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ ഓരോരുത്തർക്കും വേണ്ടതെന്താണെന്ന് നമുക്ക് വ്യക്തമാകും. ശരി, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഡേറ്റയുണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇനി എന്തു ചെയ്യും? ഈ അറിവ് വെച്ച് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് മെച്ചപ്പെടുത്താമെന്ന് നോക്കാം. ഇതൊരു അവസാനമല്ല, മെച്ചപ്പെടുത്തലിന്റെ ഒരു പുതിയ തുടക്കമാണ്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു സ്പ്രിന്റല്ല, ഒരു മാരത്തോണാണ്. ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. ഇതൊരു സൈക്കിൾ പോലെയാണ്. ശ്രദ്ധിക്കുക, പഠിക്കുക, മെച്ചപ്പെടുത്തുക, എന്നിട്ട് വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങുക. ഓരോ തവണയും നമ്മൾ കുറച്ചുകൂടി മികച്ചവരായി മാറും. അപ്പോൾ നമ്മൾ തുടങ്ങിയ പ്രധാന ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. നമ്മൾ ശരിയായ വഴിയിലാണോ? നമ്മുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ സ്ഥാനമുണ്ടോ? ഈ ചോദ്യം നമ്മൾ എപ്പോഴും സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവസാനം പറയാനുള്ളത് ഇത്രയുള്ളൂ. ഊഹങ്ങൾ വെച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കാലം കഴിഞ്ഞു. പകരം
നിങ്ങളുടെ യൂസേഴ്സ് എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുക. അവർ പറയുന്ന ആ കഥ കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ മികച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾക്കാകും. വിജയമുറപ്പാണ്.